ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പോ ഞാൻ നിന്നെയും കുഞ്ഞിനെയും കാണാൻ വന്നു, കണ്ടു. വിചാരിച്ചത് സാധിച്ചില്ലെങ്കിലും ഞാൻ പോവാ. പക്ഷെ തിരിച്ചു വരും. അത് നിങ്ങളുടെ സ്വപ്നം മാത്രം. താമസിയാതെ നിങ്ങൾക്കത് മനസ്സിലാവും. ചേട്ടാ, ഓടിച്ചെന്ന് പുറത്തേക്കുള്ള എല്ലാ ഗ്രില്ലുകളും ലോക്ക് ചെയ്യാൻ പറ. അത് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പോയി കുഞ്ഞിനെ നോക്ക്. ചേട്ടാ, ഒരു നേഴ്സ് ഒരു കുഞ്ഞുമായിട്ട് പോകുന്നുണ്ടോ? അവര് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയതാ. ആണോ? ഞാനും നോക്കാം. രാജ, പുറത്തേക്കുള്ള എല്ലാ വാതിലും വേഗം ലോക്ക് ചെയ്യാൻ പറ. ഒരു കുഞ്ഞ് മിസ്സായിട്ടുണ്ട്. എല്ലാം കൂടി നശിപ്പിച്ചു. ഇതിനെ കഴുത്ത് ഞെരിച്ചു കൊന്നു കളഞ്ഞാലോ? വേണ്ട, അത് അപകടാ. പുറത്തേക്കുള്ള എല്ലാ വഴിയും പൂട്ടിക്കഴിഞ്ഞു. ഇപ്പൊ ഇതിനെ കൊന്നാ ഞാൻ പിടിക്കപ്പെടും. രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. ടെൻഷൻ ആവണ്ട, കുഞ്ഞിനൊരു കുഴപ്പം വരില്ല. പുറത്തേക്ക് പോകാനുള്ള എല്ലാ വാതിലുകളും ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ആർക്കും കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഞാനൊന്ന് നോക്കിട്ട് ഇപ്പൊ വരാം. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്താ, നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഇത് നിന്റെ കുഞ്ഞ് തന്നെയാ. എന്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയ? ഇൻക്യുബേറ്റർ റൂമിൽ നിന്ന് നിങ്ങളല്ലേ എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്? നീ എന്തായി പറയുന്നത്? ഞാൻ നിന്റെ കുഞ്ഞിനെ മോഷ്ടിച്ചെന്നോ? പിന്നെ നിങ്ങൾക്ക് എന്റെ കുഞ്ഞിനെ എങ്ങനെ കിട്ടിയേ? സിസ്റ്റർ, സിസ്റ്റർ, നീ ഇങ്ങനെ ചുമ്മാടുന്ന് ബഹളം വെക്കല്ലേ. ഞാൻ നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോഴാ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പുറത്തൊരു ബെഞ്ചിൽ കണ്ടത്. കയ്യിലെ ടാഗിൽ നിന്റെ പേര് കണ്ടപ്പോ
എനിക്കിത് നിന്റെ കുഞ്ഞാന്ന് മനസ്സിലായി. ആ, കുഞ്ഞിനെ അന്വേഷിച്ച് ഇവിടെ എല്ലാരും കിടന്ന് ഓടുന്നേം കണ്ടു. അതുകൊണ്ടാ എന്റെ കൈ കിട്ടിയപ്പോ തന്നെ ഞാൻ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വന്നത്. ഇവരൊക്കെ എന്താ ഇത്രമാത്രം ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നത്? ഇൻക്യുബേറ്റർ റൂമിനൊരു സുരക്ഷിതത്വമൊക്കെ വേണ്ടേ? ഇല്ലെങ്കിൽ ആരെങ്കിലും അവിടെ പോയി ഇതുപോലെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയാ നീ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെയാ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് എന്നെ കാണാൻ വരേണ്ട കാര്യം എന്താ? ശത്രു ആണെങ്കിലും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നത് എന്റെ ഒരു ശീലമാ. നിനക്ക് സുഖാണല്ലോ അല്ലേ? പിന്നെ കുഞ്ഞിനെ സൂക്ഷിക്കാൻ പറയണം ആ നഴ്സുമാരോട്. ഇല്ലെങ്കിൽ ചിലപ്പോ ഇനി ഇതുപോലെ ആരെങ്കിലും എടുത്തോണ്ട് പോയെന്ന് വരും. നീ ഇതിന് പാലൊക്കെ കൊടുത്തു തുടങ്ങിയോ? നിങ്ങൾ കാരണം എന്റെ കുഞ്ഞിന് ഇപ്പൊ ഇങ്ങനെ ജനിക്കേണ്ടി വന്നത്. നിങ്ങളെ ഞാൻ വിടില്ല, നോക്കിക്കോ. ഇതുവരെ ആ മുറി സംഭവിച്ചെന്താന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി ഞാനത് പറയും. നീ പറയടി. എനിക്കാരും ഒരു പേടിയില്ല. അത് ഞാൻ നിന്നെ നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാ. പക്ഷെ എന്നിട്ട് നീ രക്ഷപ്പെട്ടു. പ്രീമച്ചർ ബേബി ആയതുകൊണ്ട് നന്നായിട്ട് നോക്കണേ. ഇല്ലെങ്കിൽ കിട്ടിയ ജീവൻ തിരിച്ചങ്ങ് പോകാൻ ഒരു നിമിഷം മതി. അത് ഓർമ്മ വേണം. തൽക്കാലം ഞാൻ പോവാ. പക്ഷെ നീ നിന്റെ കുഞ്ഞും സേഫായിന്ന് വിചാരിക്കണ്ട. നിന്റെ കുഞ്ഞിനെ ഇപ്പൊ ഭാഗ്യത്തിന്റെ അവതാരമായിട്ട് എല്ലാരും വാഴ്ത്തുന്നുണ്ടല്ലോ. അധികം താമസിയാതെ എല്ലാവരും അത് തിരിച്ചു പറയും. അത് നിങ്ങൾ പറഞ്ഞു പരത്തിയതാന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഇപ്പോ ഞാൻ നിന്നെയും കുഞ്ഞിനെയും കാണാൻ വന്നു, കണ്ടു. വിചാരിച്ചത് സാധിച്ചില്ലെങ്കിലും ഞാൻ പോവാ. പക്ഷെ തിരിച്ചു വരും. അത് നിങ്ങളുടെ സ്വപ്നം മാത്രം. താമസിയാതെ നിങ്ങൾക്കത് മനസ്സിലാവും. കാണാം. അപ്പൊ ശരി, കുഞ്ഞിനെ സൂക്ഷിക്ക്. ഞാൻ ഇനിയും വരാം. വേണ്ട, നിങ്ങൾ ഇനി എനിക്ക് കാണണ്ട. പക്ഷേ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വരും. നീ എവിടെയാണെങ്കിലും ഞാൻ വരും.